സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്ങളിലേക്ക് ഞാൻ എന്റെ കണ്ണ് ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. യഹോവേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ. യഹോവേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ. ബാറക്കുമോ, ദൈവാദി ദൈവവും കർത്താദി കർത്താവും വിശ്വാസപൂർവ്വം തന്നെ വിളിക്കുന്നവരുടെ നല്ല യാതനകൾക്ക് മറുപടി നൽകുന്നവരുമായ കർത്താവേ, അനുഗ്രഹീതമായ ഈ രാത്രി സമയത്തിനായി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ഈ ദിവസങ്ങൾ അനുഗ്രഹീതമായ മാറ്റമില്ലാത്ത നിന്റെ തിരുവചനത്തെ ധ്യാനിക്കുവാൻ, ശ്രവിക്കുവാൻ, ഞങ്ങളുടെ ഹൃദയനിലങ്ങളിൽ നിക്ഷേപിക്കുവാൻ ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത വചനം, ദൈവത്തിന്റെ വചനം, സന്ധ്യമജ്ജകളെ കീറിമുറിക്കുന്ന ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ ഹൃദയനിലങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി പരിശുദ്ധ നോമ്പിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കുവാൻ ഇന്ന് തിരുവചന ശുശ്രൂഷയിൽ ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ ഭക്ഷണത്തെ നിയന്ത്രിക്കുവാൻ, ഞങ്ങളുടെ ഭാഷണത്തെ നിയന്ത്രിക്കുവാൻ, ഞങ്ങളുടെ ഭൂഷണത്തെ ശ്രദ്ധിക്കുവാൻ, അതുവഴി ദൈവത്തിന്റെ ആകൃതി, ദൈവത്തിന്റെ സാദൃശ്യം ഞങ്ങൾ തിരികെ നേടിയെടുക്കുവാൻ ഈ തിരുവചന കേൾവി, ധ്യാനം ഞങ്ങളെ സഹായിക്കണമേ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 26-ാം വാക്യം. മെനെ മെനെ തേക്കൽ ഊഫർസി, ഞാൻ നിന്നെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ദൈവമേ, ഞങ്ങളെ തന്നെ തൂക്കി നോക്കുവാൻ, ഞങ്ങളെ തന്നെ അളന്നു മുറിച്ച് പരിശോധിക്കുവാൻ, എന്താണ് കുറവ്, എന്താണ് ബലഹീനത, ദൈവത്തിൽ നിന്ന്, ദൈവ സാദൃശ്യത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന എല്ലാ കുറവുകളെയും തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്ന് അവൻ ദുഃഖിതനായി മടങ്ങിപ്പോയെന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. തിരുവചനം ശ്രവിച്ച് കർത്താവിന്റെ അടുക്കൽ നിന്ന് ദുഃഖിതനായി മടങ്ങിപ്പോകാതെ നമ്മുടെ ജീവിതത്തിന്റെ തിരുത്തേണ്ടതിനെ തിരുത്തുവാൻ, തിരിച്ചറിയേണ്ടതിനെ തിരിച്ചറിയുവാൻ ആത്മാർത്ഥമായി നമ്മെ പരിശോധിച്ചു മാനസാന്തരം, അനുതാപം, രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഈ നോമ്പ് ദിവസങ്ങൾ നമുക്കിടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം.